പ്രഭാതഭേരി. വർണ്ണങ്ങൾ വസന്തം തീർക്കുന്ന സുഗന്ധം പെയ്യുന്നൊരു വിപണി വഴി തമിഴകത്തിന്റെ മണ്ണിൽ വിരിഞ്ഞ് മലയാളിയുടെ മംഗല്യങ്ങൾക്കും ഉത്സവങ്ങൾക്കും ചന്തമേകുന്ന നമ്മുടെ സ്വന്തം പൂവിപണി. ആഘോഷങ്ങളുടെ അലങ്കാരത്തിനപ്പുറം ഇന്ന് കോടികൾ മറിയുന്ന വൻ വാണിജ്യ സാധ്യതയായി ഈ മേഖല മാറിക്കഴിഞ്ഞു. പരമ്പരാഗത കർഷകർ മുതൽ ഹൈടെക് ബിസിനസ്സുകാർ വരെ ഇതിൽ സജീവമാണ്. എങ്കിലും വിലക്കയറ്റത്തിന്റെ കരിനിഴലുകൾ ഈ സുഗന്ധ വഴികളിൽ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. കേരളത്തിലെ പൂവിപണിയുടെ നേർക്കാഴ്ചകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുകയാണ് പ്രഭാതഭേരി. കേരളക്ക് ഡെയിലി അറൌണ്ട് ഒരു 4 to 5 ടൺ കേരളക്ക് മട്ടുമേ പോകുന്നത്. തോവാളയിൽ നിന്നുള്ള പൂ വിൽപ്പനക്കാരനാണ് ഷൺമുഖം. திருவனந்தபுரம் சாலைக்கு போகுது. அங்க மேக்சிமம் அவங்களோட மெயின் டிமாண்ட் பிச்சிப்பூ. பிச்சிப்பூ தான் நம்ம தோள மார்க்கெட்டோட ரொம்ப மெயின் யூஎஸ்பின்னே சொல்லலாம். இது போக மல்லிப்பூ, அப்புறம் கிரெயின், ரோஸ் வெரைட்டி, அரளி மாலை, கிரேண்டி மாலை, சம்மங்கி பூ 30 to 40 வெஹிக்கிள்ஸ் ரெகுலரா போயிட்டு இருக்கு. பிச்சிப்பூ நம்ம ஒரு பூ ஸ்மெல் அங்க மலையாளிஸுக்கு ரொம்ப பிடிக்கும். இங்க உள்ள அந்த அரோமா அவங்களுக்கு ரொம்ப பிடிக்கும் கேரளா பீப்புளுக்கு. அதனாலதான் அவங்க பிச்சியை ரொம்ப விரும்பி எடுக்கிறது நம்ம மார்க்கெட்ல இருந்து. വയനാട്ടിൽ ഹൈബ്രിഡ് പൂക്കൃഷി ചെയ്യുന്ന ഡോക്ടർ നിസാർ അബൂബക്കർ. ഈ ഒരു ഓണം വിപണി വരുന്ന സമയത്ത് അപ്പൊ അവിടെ ചെയ്യുന്ന ഹൈബ്രിഡ് ആഫ്രിക്കൻ മാരിഗോൾഡ്, ബ്രൈറ്റ് ഓറഞ്ചും ബ്രൈറ്റ് യെല്ലോയും, ഈ 2 കളറിലുള്ള പൂക്കളാണ് ഇപ്പൊ ഞങ്ങളവിടെ കൃഷി ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക്കറുകളോളം സ്ഥലം ഒരുമിച്ച് പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച ഈ ഓണം സീസണിൽ നമ്മളെ കേരളീയർക്ക് അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ആ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് നമ്മൾ നല്ലൊരു വരുമാനം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 45-60 ദിവസം കൊണ്ട് നമുക്ക് ഇത് പൂക്കളിട്ട് പൂവായി തുടങ്ങുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു 3 മാസത്തോളം ഇത് പൂക്കുന്ന ഒരു കാലമാണ്. അതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അപ്പൊ നമുക്ക് ഈ മാരിഗോൾഡ് എന്ന് പറയുന്നത് മറ്റു ചെടികളെ പൂക്കളെ പോലെ അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി കീടങ്ങളൊക്കെ അതിജീവിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു തൈയാണ്. കാരണം ഇത് നമ്മളുടെ മറ്റു ചെടികളുടെ മരങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിന് പോലും നമുക്കൊരു കീടനാശിനി തെളിക്കുന്നതിലൊക്കെ കാര്യമായിട്ടുള്ള ആവശ്യം വരുന്നില്ല. കാരണം ഇതിന് തന്നെ അതിൻ്റെതായിട്ടൊരു പവർ ഉള്ള ഒരു ചെടിയാണ്. ഇതിന് വലിയ രീതിയിലുള്ള വളം പ്രയോഗമൊന്നും ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജീവാമൃതവും അതുപോലെ തന്നെ ഈ ചാണകം പുളിപ്പിച്ച മിശ്രിതവും മാത്രമാണ് ഇതിന് ഒരു വളമായിട്ട് ചെയ്യുന്നത്. നഗരത്തിലെ ഒരു ഇവന്റ് മാനേജ്മെന്റ് സിഇഒ ശില്പ ശശികുമാർ. ഫ്ലവേഴ്സ് എല്ലാം ഞങ്ങളിപ്പോ വേറെ സ്റ്റേറ്റിൽ നിന്ന് എടുക്കുന്നു എന്നുള്ളതല്ല, ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് നിന്നും എടുക്കാറുണ്ട്. പിന്നെ അവൈലബിലിറ്റി നോക്കിയിട്ടാണ് ഞങ്ങൾ അത് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതും. പിന്നെ ഈ പറഞ്ഞ പോലെ റേറ്റ്സ് ഒരു ഫാക്ടറാണ്. നമ്മളിപ്പോ ചാലയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു റേറ്റിലായിരിക്കില്ല നമുക്ക് വേറൊരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ വരുന്നത്. ഞങ്ങളുടെ ഒരു നേരത്തെയുള്ള പ്രീ ബുക്കിംഗ് ഒക്കെ ഉള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഞങ്ങൾ വേറെ സ്റ്റേറ്റിൽ നിന്ന് ടൈം എടുത്ത് ഡെലിവറി ചെയ്യാൻ നോക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ്, ഇവിടെയുള്ള ഫ്ലവർ മെർച്ചൻസിന്റെ തന്നെയാണ് ഫ്ലവേഴ്സ് എടുക്കുന്നത്. ക്ലയൻസ് ആണ് ആക്ച്വലി ഫ്ലവേഴ്സ് ചൂസ് ചെയ്യുന്നത്. ഞങ്ങൾ അവർക്ക് ഒരു ഐഡിയ കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ക്ലയൻസിന് ആക്ച്വലി മുല്ല വേണ്ട, പിച്ചി ഇട്ടാൽ മതി, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ സഹായിക്കാവുന്നതാണ്. വേറെ ടൈപ്പ് മുല്ല, പിച്ചി അതൊക്കെ നമുക്ക് വെഡിങ്, ഹിന്ദു വെഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്, ട്രഡീഷണൽ ഡെക്കോറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സ് ആണ്. അല്ലാണ്ട് നമ്മളൊരു ക്രിസ്ത്യൻ വെഡിങ്, റിസപ്ഷൻ അങ്ങനത്തെ ഇതിലോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് കൂടുതലും ബാംഗ്ലൂർ ഫ്ലവേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. കാഞ്ഞിരംകുളം കൃഷി ഓഫീസർ അമൃത. ഇപ്പോൾ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പുഷ്പകൃഷിക്ക് വേണ്ടിയിട്ട് ജനകീയാസൂത്രണ പദ്ധതിയിൽ, അതായത് പഞ്ചായത്തുമായിട്ട് ചേർന്ന് നമ്മൾ പുഷ്പകൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ അംഗങ്ങളും നമ്മളല്ലാതെ വ്യക്തിഗത കർഷകർക്കും കുടുംബശ്രീക്കാർക്കും കൂടെ ചേർന്ന് നമ്മൾ ചെണ്ടുമല്ലി തൈകളാണ് നമ്മൾ പദ്ധതി മുഖേന ഇറക്കി നൽകിയത്. കൃഷിഭവനോട് ചേർന്ന സ്ഥലവും അല്ലാതെയും പട്ടത്തിനെടുത്തും ഒക്കെ ചെയ്യുന്നുണ്ട്. നിലമെല്ലാം ഒരുക്കി കുമ്മായമൊക്കെ ഇട്ട് അടിവളമൊക്കെ ഇട്ടതിന് ശേഷം നമ്മളിപ്പോൾ ചെണ്ടുമല്ലി തൈകൾ നട്ട് ഏകദേശം ഒരു മാസം ആകുന്നു. അപ്പൊ നമ്മൾ സാധാരണ 1 മാസം ആകുമ്പോഴത്തേക്ക് അതിന് കൂടുതൽ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തല നുള്ളി കൊടുക്കും. ഓഗസ്റ്റ് 16 കഴിയുമ്പോഴത്തേക്ക് അത്തം തുടങ്ങും. അപ്പൊ അതനുബന്ധിച്ച് പൂക്കൾ കിട്ടത്തക്ക രീതിയിലാണ് നമ്മളിപ്പോ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരിക്കുന്നത്. കാഞ്ഞിരംകുളം കുടുംബശ്രീ CDS മെമ്പർ വസന്ത. ജമന്തി കൃഷി ചെയ്ത് നിറയെ പൂക്കൾ കിട്ടി. ഞാൻ ഈ പൂക്കൾ പറിച്ച് കാഞ്ഞിരംകുളം പൂക്കടയിൽ വിൽക്കുമായിരുന്നു. ഇതിൽ നിന്ന് നല്ല ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളൊരു 7 പേര് ചേർന്നാണ് കൃഷി ചെയ്തത്. എന്റെ വീട്ടിൽ തന്നെ ഉള്ള വളങ്ങളൊക്കെയാണ്, ഈ കോഴിയുടെ വളമൊക്കെ ഇട്ടാണ്
വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. പാലക്കാട് തേൻകുറിശി കൃഷി ഓഫീസർ ശ്രീതു പി പ്രേമൻ. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ട് 2022-23 സാമ്പത്തിക വർഷത്തിലെ ജനകീയാസൂത്രണം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നെരുമാട്ടി ഗ്രാമപഞ്ചായത്തില് ഹൈബ്രിഡ് ചെണ്ടുമല്ലി തൈകൾ ഞങ്ങൾ ഓണത്തിന് മുന്നോടിയായി കർഷകർക്ക് വിതരണം ചെയ്തത്. 75% സബ്സിഡിയോടുകൂടി ഒരു തൈന് ₹1.25 എന്ന നിരക്കിലാണ് കർഷകർക്ക് വിതരണം ചെയ്തിട്ടുള്ളത്. ചെണ്ടുമല്ലി കൃഷി എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, മറ്റ് പൂ കൃഷിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചെണ്ടുമല്ലി ലേബർ കോസ്റ്റ് കുറവാണ്. ഇപ്പൊ വാടാമല്ലി പോലുള്ള പൂക്കളൊക്കെ ആണെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ വേണം അത് പൂവ് എറുത്തെടുക്കാനായിട്ട്. ചെണ്ടുമല്ലിനെ സംബന്ധിച്ച് നമുക്ക് ഒരു 21 ദിവസം പ്രായമുള്ള ഹൈബ്രിഡ് തൈകൾ കൊടുത്തു കഴിഞ്ഞാൽ നട്ട് 70 ദിവസത്തിന്റെ ഉള്ളിൽ നമുക്ക് അതിന്റെ വിളവെടുപ്പ് ആരംഭിക്കാൻ പറ്റും. ഒരു ചെടിയിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം, ഒരേക്കറിൽ നിന്ന് 8 ടണ്ണോളം വരെ പൂക്കൾ നമുക്ക് നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. മലപ്പുറം എടപ്പാൾ സ്വദേശി സുകുമാരൻ. പൂക്കൃഷി 4 വർഷമായിട്ട് ഇപ്പൊ ചെയ്യുന്നു. ചെണ്ടുമല്ലി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓറഞ്ച്, മഞ്ഞ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കറക്റ്റായിട്ട് നമുക്ക് വിളവ് കിട്ടണമെങ്കിൽ അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ മാത്രമേ പൂവിന് വില കിട്ടുകയുള്ളൂ. പിന്നെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഇതിൽ ഉണ്ടാവാറുണ്ട്. കൃഷി ലാഭം തന്നെയാണ്. ലാഭത്തിൽ എത്തണമെങ്കിൽ നമുക്ക് അത്തത്തിന് മുന്നേ പൂവായി കഴിഞ്ഞാൽ ലാഭമാണ്. 10 ദിവസം നമുക്ക് വിപണിയിൽ അത്യാവശ്യം വില കിട്ടും. അത് കഴിഞ്ഞാൽ ആ പൂവിന് വിലയില്ല, ഇവിടെ മാർക്കറ്റില്ല. കടകളിലേക്കൊന്നും നമ്മുടെ പൂവ് അവരുണ്ട്, അവർക്ക് എല്ലാ ദിവസവും പുറത്തുനിന്ന് പൂവ് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പൂവ് എടുത്താൽ അവർക്ക് പിന്നീട് ആ പൂവ്, അവർ വരുന്ന പൂവ് സ്ഥിരമായിട്ട് കിട്ടുന്നത് ഇല്ലാതെയാവും. ചാലയിൽ പൂക്കട നടത്തുന്ന ശ്രീകുമാരൻ. ബിസിനസ് കൂടുതലുണ്ടാവുന്നത് ചിങ്ങമാസത്തിലാണ്. ശകലം പിച്ചി മുല്ലയൊക്കെ വില കുറഞ്ഞു തുടങ്ങി. മറ്റുള്ള കളർ പൂക്കൾക്ക് കുറച്ച് വിലയുണ്ട്. ഓരോന്ന് പിച്ചി മുല്ലയാണ് പറഞ്ഞത്. മൈസൂറൊന്നും ബാംഗ്ലൂരൊന്നും ദിണ്ടുക്കല് സേലത്ത് എന്ന് പറഞ്ഞുണ്ട്. പൊതുവെ ബിസിനസ് ഇപ്പൊ വളരെ കുറവാണ്. ഉത്പാദനം കുറയുമ്പോൾ പൂവിന് വില കൂടും. ഇത് നമ്മുടെ നാട്ടിലൊന്നും പൂവില്ലല്ലോ, എല്ലാം കണ്ണു നാട്ടിൽ നിന്ന് വന്നാലേ ഉള്ളൂ. ഇന്നൊന്നും സാധാരണ ഈ മാസങ്ങളൊക്കെ ഇതിനെക്കാട്ടി പിച്ചി മുല്ലയും വില കുറഞ്ഞു വരേണ്ട കാലഘട്ടമാണ്. പൂ പറിക്കാൻ ആളില്ല, പൂ കൃഷി ചെയ്യാൻ അതിനുള്ള കാശ് കിട്ടാറില്ല, അതുകൊണ്ട് ജോലിക്ക് ആൾക്കാരില്ല. പൂ കെട്ടി ഉപജീവനം നയിക്കുന്ന സുജ രഘുനാഥൻ. 25 വർഷമായിട്ട് ഞാൻ പൂ കെട്ടുന്നു. നമ്മൾ ജീവിക്കുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ്. പൂ കെട്ടാൻ വലിയ കൂലിയില്ല. പുറത്തുനിന്ന് പൂ എടുക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മുടെ അടുത്ത തലമുറയിലേക്ക് ഈ പൂ കെട്ടാനായിട്ട് വരുമാനം കുറവായതുകൊണ്ട് തന്നെ ആരും വരാൻ ചാൻസ് ഇല്ല. പൂ കെട്ടി ഉപജീവനം നയിക്കുന്ന മറ്റൊരു തൊഴിലാളി ഐശ്വര്യ. എല്ലാവരും ഈ ഫ്രഷ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് യൂസ് ചെയ്യുന്നതിന് പിന്മാറി പ്ലാസ്റ്റിക് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓർഡർ കിട്ടുന്നതും കുറവാണ്. ഈ ഒരു മേഖല ഇനി എത്ര നാൾ കണ്ടിന്യൂ ആയി പോകുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആശങ്കയും ഇപ്പോൾ ഉണ്ട്. ബാക്കി എല്ലാ ദിവസേന കൂലി കിട്ടുന്ന എല്ലാവർക്കും ESI പോലത്തതോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പെൻഷനോ കാര്യങ്ങളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളെ ഈ ഒരു ജോലിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതലായിട്ട് ബാധിക്കുന്നത്. അതായത് ഇപ്പൊ 1 കിലോ ഒക്കെ കൊണ്ടുവരുന്നെങ്കിൽ ഒരു 1.5 തൊട്ട് 2 മണിക്കൂർ സമയം വരെയൊക്കെ എടുക്കും. പിന്നെ ഹാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ് കെട്ടുന്നത്. ഇവിടെ നമുക്കല്ലാതെ ഈ പിച്ചി, മുല്ല, ജമന്തി അങ്ങനെയുള്ള ഇതൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഈ ഒരു പൂ കെട്ടുന്ന തൊഴിലിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ചെയ്യാനായിട്ട് അറിയാം. ഇപ്പം അമ്മ കെട്ടുന്നുണ്ടെങ്കിൽ എനിക്കും എന്റെ അനുജത്തിക്കും അച്ഛനും എല്ലാവരും ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാനും നോക്കുന്നുണ്ട്. പൂക്കളെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ചിന്മയി ശ്രീദർശ. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ എന്റെ വീട്ടിൽ ഒരുപാട് പൂക്കളും മരങ്ങളും ചെടികളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പം തൊട്ടേ ഞാൻ അച്ഛന്റെ കൂടെയൊക്കെ ഈ പൂക്കളെ ഒരുപാട് പരിപാലിച്ച് അങ്ങനെ വളർന്ന ഒരാളാണ് ഞാൻ. പുതിയൊരു ചെടി വാങ്ങി നമ്മൾ പരിപാലിച്ച് ഒരു ദിവസം അതിലൊരു പൂവ് കാണുന്ന ഒരു സന്തോഷം. നമുക്ക് ആവശ്യമുള്ള ഒട്ടുമിക്ക പൂക്കളും എന്റെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. പിച്ചി, മുല്ല, മന്ദാരം എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അയൽവക്കത്ത് ഒരു പ്രോഗ്രാം വരികയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അമ്പലത്തിലേക്കൊക്കെ ഒരുപാട് പൂക്കളൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. അതൊന്നും ഒരിക്കലും ഒരു വിലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ വരുമ്പോ അവര് ഇങ്ങനെ കളിയാക്കി പറയും, ഇതൊരു കടയ്ക്കുള്ള പൂവുണ്ടല്ലോ, നിങ്ങൾക്കൊരു പൂക്കട തുടങ്ങിക്കൂടെ എന്ന് വരെ തമാശ പറയാറുണ്ട്. നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോ തന്നെ പൂക്കളെ അടുത്ത് പോയി അവരായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു. കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ബീന MB. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പൂ കർഷകർക്കായിട്ട് 3 രീതിയിലാണ് ധനസഹായം നൽകുന്നത്. 1 കട്ട് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, 2 ബൾബസ് അഥവാ റൈസോമെറ്റിക് ഫ്ലവേഴ്സ് എന്നുള്ള രീതിയിലും, 3ാമത് ലൂസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നതാണ്. ഓണത്തിന് ഉപയോഗിക്കുന്ന ജമന്തി ആവട്ടെ, മുല്ല, കനകാംബരം, താമര എന്നിവയെല്ലാം ഈ ലൂസ് ഫ്ലവേഴ്സ് ഇനത്തിലാണ് വരുന്നത്. ഈ ലൂസ് ഫ്ലവേഴ്സിന് ധനസഹായം എന്ന് പറയുന്നത് ഒരു ഹെക്ടറിന് 50,000 രൂപ ഇരിക്കുകയാണ്. ആ 50,000 രൂപയുടെ 40% തുകയാണ് സബ്സിഡി ഇനത്തിൽ നമ്മളെ കർഷകർക്ക് നൽകുന്നത്.
മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്കിവിടെ പൂവിന്റെ ഒരു കൾച്ചർ കുറവാണ്. നമുക്ക് ഈ 10 ദിവസം ഓണം കൊണ്ട് കഴിയും. അത് കാരണമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എക്സ്പോർട്ട് വരുന്നത് പൂക്കൾ. തമിഴ്നാട്ടിലായിക്കോട്ടെ, അവർക്ക് എന്നും ആഘോഷങ്ങളാണ്. അവരുടെ വീട് അലങ്കരിക്കാൻ എല്ലാം അവർ ജമന്തി പൂക്കളും മറ്റു പൂക്കളാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പരിധിവരെ നമ്മുടെ ഇവിടെ കർഷകരിൽ നിന്ന് പൂക്കൾ കച്ചവടക്കാർ എടുക്കാതെ പോകുന്നത്. പൂവെട്ടുന്നവരൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാം, മിക്കതും സ്ത്രീകളാണ്, പ്രായമുള്ള അമ്മമാരാണ്. ഈ അമ്മമാരുടെ കാര്യങ്ങളോ ഇവരുടെ പ്രശ്നങ്ങളോ ഒരിടത്തും പറയാതെയും ആരും അറിയാതെയും പോകുന്നത് നിങ്ങൾ പറഞ്ഞാൽ വളരെ സത്യമാണത്. ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞാൻ പോലും ഇപ്പൊ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത്. ഇങ്ങനെ പൂ കെട്ടി ജീവിക്കുന്നവർ, അവർക്കായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ നമുക്കില്ല. മറ്റു രീതിയിൽ ഏതെങ്കിലും ഇവർ കൃഷിയിലൂടെ ജീവിച്ച് വരുന്നവരാണെന്ന് പറഞ്ഞ് നമ്മൾ സമർപ്പിച്ച് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും റീഹാബിലിറ്റേഷൻ പർപ്പസ് കൊണ്ടുവരേണ്ടി വരും. കേവലം ഒരു ആഘോഷ തിളക്കത്തിനപ്പുറം ആയിരങ്ങളുടെ വിയർപ്പും പ്രതീക്ഷയുമാണ് നമ്മുടെ പൂവിപണി. പരമ്പരാഗത തൊഴിലാളികളെ ചേർത്ത് പിടിച്ചും പുതിയ കൃഷി സാധ്യതകളെ പ്രോത്സാഹിപ്പിച്ചും ഈ മണ്ണിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്. കൃത്യമായ ഏകോപനവും ജനപങ്കാളിത്തവും ഉണ്ടായാൽ ഹരിത ഭംഗിയോടൊപ്പം വലിയൊരു സാമ്പത്തിക പുരോഗതിയും ഈ പൂവിപണിയിലൂടെ നമുക്ക് സ്വന്തമാക്കാം. പ്രഭാതഭേരി.